ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹിൽ ഫായിസീന ബിറിദല്ലാഹി അമ്മാ ബഅദ്. സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹു നമ്മളൊത്തുകൂടിയത് സ്വീകരിക്കട്ടെ. നമ്മുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരട്ടെ. രോഗങ്ങൾ അള്ളാഹു ശിഫയാക്കട്ടെ. മരണപ്പെട്ടവരുടെ ഖബർ അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ. തെറ്റുകുറ്റങ്ങൾ അവർക്ക് നമുക്കും അള്ളാഹു നിരുപാധികം മാപ്പാക്കി തരട്ടെ. നമ്മുടെയും കുടുംബത്തിൻ്റെയും സൃഷ്ട ആയുസ് അള്ളാഹു പൊരുത്തപ്പെട്ട വഴിയിൽ ഇസ്സത്തോടെ, സന്തോഷത്തോടെ, ദീർഘായുസ്സോടെ കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകട്ടെ. വിജയിക്കുക എന്നത് ഏതൊരു വ്യക്തിയും ആഗ്രഹിക്കുന്ന കാര്യമാണ്. വിജയം എല്ലാവരുടെയും മോഹമാണ്. അത് വിദ്യാർത്ഥികളിലുണ്ട്, അതുപോലെ തന്നെ ബിസിനസ്സിലുണ്ട്. ഏത് മേഖലയിലും വിജയം എന്നത് മനുഷ്യൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്, മനുഷ്യ സഹജമായൊരു മോഹം. പക്ഷേ വമ്പിച്ച വിജയം, ഏറ്റവും വലിയ വിജയം, അത് മുത്തഖീങ്ങൾക്കാണെന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. എവിടെ ഏത് വിജയങ്ങൾ നമ്മൾ കൈയടക്കിയാലും അവസാനം വിജയിക്കേണ്ട ഒരു വിജയമുണ്ട്. അതിന്റെ പ്രധാന അടയാളം എന്ന് പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കലാണ്. യഥാർത്ഥ വിജയി അവിടെയാണ്. ദുനിയവിയായ പല വിഷയങ്ങളിലും വിജയത്തിന് പല മാനദണ്ഡങ്ങളും വെച്ചിട്ട് വിജയത്തെ വ്യാഖ്യാനിച്ചവരുണ്ട്. അത് അതിന്റെ വഴിക്ക് നിൽക്കട്ടെ. ആരാണ് യഥാർത്ഥ വിജയി എന്ന് ഖുർആൻ കൃത്യമായി തന്നെ പറഞ്ഞു. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് വഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ ഫമൻ സുഹ്സിഹ അനിൻ നാരി വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ് വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. വലിയ ചിന്തകൾ സമ്മാനിക്കുന്ന ഒരു ആയത്താണ് ഈ ആയത്ത്. സൂറത്ത് ആല ഇംറാനിന്റെ 185-ാമത്തെ ആയത്ത്. എന്താണ് ഈ ആയത്ത് പറഞ്ഞത്? എല്ലാ ശരീരങ്ങളും മരിക്കും എന്നല്ല പറഞ്ഞത്. മരിക്കുമെന്ന് പറഞ്ഞാൽ ആ പറഞ്ഞോടുത്ത് തീർന്നത്. മരണത്തെ രുചിക്കും എന്ന പറഞ്ഞത്. അതായത് മരണം എന്നതിന്റെ കെടുതിയെ ഡീറ്റെയിലായി ഓരോ ശരീരം അനുഭവിക്കുമെന്നതാ രുചി എന്ന പ്രയോഗം. നമ്മൾ ഒരു ഭക്ഷണം കഴിച്ചു എന്ന് പറയുന്നതിനേക്കാളും ആ ഭക്ഷണത്തിന്റെ രുചിയെ നമുക്ക് അവതരിപ്പിക്കാൻ കഴിയുന്നിടത്ത് നമ്മൾ എത്രമാത്രം ആ ഭക്ഷണത്തെ ഉൾക്കൊണ്ടു എന്നതാണ്. ഭക്ഷണം കഴിച്ചു എന്ന് പറയുന്നതിനേക്കാളും അതിന്റെ രുചിയും സ്വാദും മറ്റുമൊക്കെ നമ്മൾ ഇങ്ങനെ അവതരിപ്പിക്കുമ്പോൾ ഭക്ഷണത്തെ എത്ര കണ്ട് ഉൾക്കൊണ്ടു. ശരീരത്തിന്റെ ഓരോ കോശവും അനുഭവിക്കുന്നതിനെ രുചി എന്നാ പറയാം. അല്ലാതെ വേറൊരു പ്രയോഗം അവിടെ മനുഷ്യന്റെ ചിന്തയിലേക്ക് ഇത്ര കണ്ട് മരണത്തെ അവതരിപ്പിക്കാൻ വേറെ ഒരു പ്രയോഗം സാധ്യമല്ല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. എല്ലാ ശരീരവും മരണത്തെ രുചിക്കും. അപ്പൊ ഈ വിജയം എന്നതിനെ കുറിച്ച് പറയാൻ വന്ന ആയത്ത് മരണം പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. അപ്പൊ ആ വിജയം മരണത്തിന് ശേഷമാണ് ബോധ്യമാവുക, അല്ലെങ്കിൽ ലഭിക്കുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. വഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ. ചെയ്തതിന്റെ കൂലി, പ്രതിഫലം പുനർജീവിതത്തിന്റെ അന്ന് അല്ലാഹു പൂർത്തീകരിച്ച് തര തന്നെ ചെയ്യും. പിന്നെ തരാട്ടോ എന്ന് പറഞ്ഞ് മാറ്റിവെക്കില്ല, പൂർത്തീകരിച്ച് തര തന്നെ ചെയ്യും. ആ നേരത്ത് നരകത്തിൽ നിന്നും അകറ്റപ്പെട്ടവർ, അല്ലാഹു അതിൽ നമ്മെ പെടുത്തട്ടെ. സ്വർഗത്തിൽ പോകുന്നവരെന്ന് രണ്ടാമതാ പറഞ്ഞത്. നരകത്തിൽ നിന്നും അകല എന്നതാണ് നമ്മുടെ ആദ്യത്തെ പണി. സ്വർഗം അല്ലാഹുടെ ഔദാര്യ, കിട്ടിയാ കിട്ടി, കിട്ടട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നരകത്തിൽ നിന്നും അകറ്റപ്പെട്ട ആള് സ്വാഭാവികമാണ്, നരകത്തിൽ നിന്ന് അകന്ന സ്വാഭാവിക സ്വർഗത്തിലെത്തിക്കോളും. മരണം രുചിക്കും,
മരണം കഴിഞ്ഞാൽ പ്രതിഫലം കൊടുക്കുന്ന ദിവസത്തിൽ പ്രതിഫലം പൂർത്തീകരിച്ചു കൊടുക്കും. നന്മയ്ക്ക് നന്മ, തിന്മയ്ക്ക് അതിൻ്റെതായ ശിക്ഷ. ആ സന്ദർഭത്തിൽ നരകം അകറ്റപ്പെട്ട് സ്വർഗം പ്രാപിക്കുന്ന ആൾ അവനാണ് വിജയം. വിജയം അവിടെയാണ്. ഇത് പരീക്ഷയാ ദുനിയാവ്. ഈ പരീക്ഷ നമ്മൾ എഴുതണം. നല്ലൊരു പീരീഡ് നമുക്ക് തന്നിട്ടുണ്ട്. ആ പരീക്ഷ എഴുതുന്നതിന്റെ സമയത്തെയൊക്കെ നമ്മൾ ഇൻഷാ അല്ലാഹ് സമയമുണ്ടെങ്കിൽ പറയാം അവസാനം എത്ര നേരത്തെ പരീക്ഷയാണെന്നുള്ളത്. ഒരുപാട് കാലമൊന്നുമില്ല. ഈ പരീക്ഷ കഴിഞ്ഞാൽ അതിന്റെ റിസൾട്ട് വിതരണം നടത്തപ്പെടും. അപ്പോ പേപ്പർ കിട്ടുമ്പോ തന്നെ അറിയാം, ബുക്കായിട്ട് തരാം, കിതാബായിട്ട്. ഇടത്തെ കൈ വഴിയാണ് കിട്ടിയെങ്കിൽ അത് തോറ്റവരുടേതാ. ഒരു തോൽവിക്ക് ശിക്ഷയില്ല, പക്ഷെ ഈ തോൽവിയിൽ ശിക്ഷ ഉണ്ട്. ശിക്ഷ നിർബന്ധ. വിജയിക്കൽ അപ്പോ നമുക്ക് നിർബന്ധമായി തീർന്നു. ഇടത്തെ കയ്യിലൂടെയാണ് പേപ്പർ വിതരണം. തുറന്നു നോക്കുമ്പോ പരാജയമാണ് കാണുന്നത് എങ്കിൽ പ്രശ്നമാണ്. അതല്ല, നരകത്തിൽ നിന്നും അകറ്റപ്പെട്ടവനായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതില് ജന്ന, സ്വർഗത്തിൽ കയറാനുള്ള ആളാണെന്ന് ടിക്കിട്ടിട്ടുണ്ട്. ഫഖദ് ഫാസ്, അവിടെ വിജയിച്ചു. നമ്മൾ ഈ പരീക്ഷാ ഹാളിനെ പറ്റിയും ഈ പരീക്ഷാ ഹാളിൽ കിട്ടിയതായ താൽക്കാലിക സൗകര്യങ്ങളെ കുറിച്ചും മതിമറന്ന് പോവണ്ട. ഇത് തൽക്കാലത്തേക്ക് വെച്ച് കെട്ടി വെച്ചിരിക്കുന്നതാണ് ഈ പരീക്ഷാ ഹാള്. പരീക്ഷാ ഹാളല്ല നിങ്ങളുടെ ശാശ്വതമായ ജീവിതം. പരീക്ഷാ ഹാള് ദുനിയാവാണ്. വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് ഖുർആൻ. ഒരിക്കലും ഒരു നിർമ്മാതാവ് താൻ നിർമ്മിച്ച സാധനത്തെ മോശമായി പറയൂല, അല്ലാഹ് അല്ലാതെ. ഏതെങ്കിലും ഒരാൾ പറയോ തന്റെ പ്രൊഡക്റ്റ് മോശമാണെന്ന്? പറയൂല. അത് അല്ലാഹ് മാത്രമേ പറയൂ. നമ്മളിപ്പോ ഒരു ഭക്ഷണം ഉണ്ടാക്കിയാൽ അത് മോശമാണെന്ന് നമ്മളായിട്ട് തന്നെ പറയില്ല. മറ്റൊരാൾ പറഞ്ഞാലിട്ട് നമുക്ക് ഇഷ്ടാവൂല. അല്ലാഹ് തന്നെ പറഞ്ഞു, അവൻ പടച്ച ഈ ദുനിയാവ് വഞ്ചനയുടെ ലോകമാണെന്ന് ഖുർആൻ. അപ്പൊ യഥാർത്ഥമായ ഒരു ലോകത്തേക്ക് പോവാനുണ്ട് എന്ന ബോധത്താൽ ഈ വഞ്ചനയുടെ ലോകത്തെ തിരിച്ചറിഞ്ഞ് ഇവിടെ അമല് ചെയ്ത് ഒരാള് വിജയം കരസ്ഥമാക്കുമ്പോഴാണ് യഥാർത്ഥ വിജയി ആയി തീരാ. എന്നാൽ അറിയണോ, ഒരാൾ വിജയിക്കും എങ്കിൽ മഹാന്മാർ പറയുന്നുണ്ട്, അവിടുത്തെ വിജയം ബോധ്യപ്പെടാൻ 7 അടയാളങ്ങൾ ഇവിടെന്നേ കാണാൻ പറ്റും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഒരാള് അവിടെ വിജയിക്കുന്ന റിസൾട്ടാണ് സ്വീകരിക്കേണ്ടത് എങ്കിൽ അതിന് 7ഓളം അടയാളങ്ങൾ ഇവിടുന്ന് കാണാൻ പറ്റും. മഹാനായ ഇമാം ഷാത്തിബി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അൽ-ഇഅ്തിസാം എന്ന് പറയുന്ന ഗ്രന്ഥം വളരെ വ്യക്തമായി ഇത് ഉദ്ധരിക്കുന്നതായി കാണാം. ഖാല അബൂ അലിയിൻ അൽ ഹസൻ ഇബ്നു അലിയിൻ അൽ ജൂസാജി قال أبو علي الحسن ابن علي الجوزجاني رحمة الله عليه من علامات السعادة على العبد. ഒരു മനുഷ്യൻ നാളെ വിജയിക്കും എങ്കിൽ നമുക്ക് ബോധ്യമാവാനുള്ള അടയാളങ്ങൾ: 1, തൈസീറു ത്വാഅ, ആരാധനകൾ ഭാരമായി തോന്നാതിരിക്കുന്ന അവസ്ഥ ഉണ്ടാവാം. ആരാധനകൾ ഭാരമായി തോന്നാത്ത അവസ്ഥ ഉണ്ടാവാം. അപ്പൊ നല്ല ശരിക്ക് ബോധ്യമാവുന്ന ഒരു സമയം, നല്ല മഴയൊക്കെ ഉണ്ട്, സുബഹിക്ക് പള്ളിയിൽ വരുന്ന കാര്യം ആലോചിച്ചാൽ മതി. സുബഹിക്ക് സാധാരണ, തഹജ്ജുദിന് സാധാരണ എങ്ങനെയോ അതിനേക്കാളും ഒരല്പം ഡിലേ ആവാൻ സാധ്യതയുണ്ട്. നല്ല മഴ ഉണ്ടെങ്കിൽ, നല്ല തണുപ്പുണ്ടെങ്കിൽ. അങ്ങനത്തെ ഒരു അവസ്ഥ അവനിൽ ഉണ്ടാവില്ല. മഴയാണേലും വെയിലാണേലും മഞ്ഞ് പെയ്ത് തണുത്തുറച്ച നേരമാണേലും ഇബാദത്ത് ചെയ്യുന്നോടത്ത് അവനെ സംബന്ധിച്ച് യാതൊരുവിധ ഭാരവും അനുഭവപ്പെടാത്ത ആളുകൾ അങ്ങനെ ഉണ്ടോ? നാളത്തെ റിസൾട്ട് നീ വിജയിക്കും എന്നുള്ളതാ ഒന്നാമത്തെ അടയാളതാ. നമ്മളിത് വിശദീകരിക്കും ഇൻഷാ അല്ലാഹ്. രണ്ടാമത്തെ അടയാളം തിരു ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തുകൾ പാലിച്ച് ജീവിക്കും എന്നതാണ്. സുന്നത്തുകൾ പാലിച്ച് ജീവിക്കാം. അതെങ്ങനെ? അതൊരു സുന്നത്തല്ലേ,
എന്നോർത്ത് അങ്ങോട്ട് തള്ളിക്കളയും. സുന്നത്തുകൾ നമുക്കൊരു തോന്നലുണ്ട്, സുന്നത്താണ് ചെയ്യണമെന്നില്ല, സുന്നത്തല്ലേ ഉള്ളൂ. പിന്നെ ഒരു തോന്നലുണ്ട്, കറാഹത്താണെ ചെയ്യാൻ കുഴപ്പമില്ല, കറാഹത്തല്ലേ ഉള്ളൂ. സുന്നത്ത് ഉപേക്ഷിക്കാനുള്ളതും അല്ല, കറാഹത്ത് ചെയ്യാനുള്ളതുമല്ല. സുന്നത്ത് ഉപേക്ഷിക്കാനുള്ളതുമല്ല, കറാഹത്ത് ചെയ്യാനുള്ളതുമല്ല. അപ്പോ മുവാഫഖത്തു സുന്നത്തി ഫി അഫ്ആലിഹി, സുന്നത്തുകളെ പാലിച്ച് ജീവിക്കും എന്നുള്ളതാണ് രണ്ടാമത്തെ അടയാളം. ഇൻഷാ അല്ലാഹ് വിശദീകരിക്കാം. മൂന്നാമത്തേത് സുഹ്ബത്തുഹു ലി അഹ്ലിസ് സ്വലാഹി, നല്ല മനുഷ്യന്മാരോട് സമ്പർക്കം ഉണ്ടാവാൻ ശ്രദ്ധിക്കുന്നു. അവന്റെ കൂടെ നടക്കുന്ന ആള്, അവന്റെ ബിസിനസ്സിലെ ഷെയറുകാരൻ, അവനുമായി ബന്ധപ്പെടുന്ന ആളുകൾ മുഴുവനും നല്ലവരാണ്. അങ്ങനെ നല്ലവരെ കൂടെ കൂട്ടാൻ ശ്രമിക്കുന്നു, നല്ലവരുടെ കൂടെ കൂടാൻ ശ്രമിക്കുന്നു, മറ്റുള്ളതിൽ നിന്നും ഒഴിഞ്ഞു മാറുന്നു. അങ്ങനത്തെ ഒരു ലക്ഷണം കണ്ടിട്ടുണ്ടോ, ആ മനുഷ്യൻ ആഖിറത്തിൽ വിജയിക്കാൻ സാധ്യതയുള്ള ആളാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. പിന്നെ പറയുന്നു നാലാമത്തേത് സൽ സ്വഭാവം പ്രകടിപ്പിക്കുന്ന ആളായിരിക്കും. എവിടെയും നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കും സ്വഭാവം. ഹുസ്നു അഖ്ലാഖിഹി മഅൽ ഇഖ്വാൻ, അവന്റെ കൂടെ കൂടുന്ന അവന്റെ ചുറ്റുപാടിലുമുള്ള ആളുകളോട് നല്ല സ്വഭാവത്തിൽ പ്രവർത്തിക്കുന്നു, സൽ സ്വഭാവം പ്രകടിപ്പിക്കുന്നു. ഇതാണ് നാലാമത്തെ അടയാളം. അഞ്ചാമത്തെ അടയാളം മഹാന്മാര് പറയുന്ന അഞ്ചാമത്തെ അടയാളം ബദലു മഅറൂഫിഹി ലിൽ ഖൽഖി, ജനങ്ങൾക്ക് നന്മ ചൊരിയുന്ന സ്വഭാവം. ജനങ്ങൾക്ക് നന്മ ചൊരിയുന്ന സ്വഭാവം. ആളുകൾക്ക് ഇങ്ങോട്ട് ചെയ്തതിന്റെ കണക്കനുസരിച്ചല്ല അങ്ങോട്ട് കൊടുക്കാം. ഒരു സേവന മനസ്സ് അത് ഉണ്ടാവാ എന്നതാണ് അഞ്ചാമത്തെ അടയാളം. ആറാമത്തെ അടയാളം മഹാന്മാര് പഠിപ്പിക്കുന്നു. ആറാമത്തെ അടയാളം മുസ്ലിമീങ്ങളോടൊരു പ്രത്യേക പരിഗണന ഉണ്ടാവും. അവതൊരു മുസ്ലിം അല്ലേ എന്ന ഒരു താല്പര്യം, അതിന്റെ ഒരു മുസ്ലിം സഹോദരനല്ലേ എന്നൊരു പ്രത്യേക താല്പര്യം മിക്കവാറും എല്ലാവർക്കും അതുണ്ടാവും. അത് വർഗീയതയല്ല, അതൊരു കുടുംബം എന്ന നിലയിലുള്ള ഒരു സ്നേഹമാണ്. ലോകത്തുള്ള മനുഷ്യർ മുഴുവനും ഒരു കുടുംബമാണ്, ഒരു ഉമ്മയുടെയും വാപ്പയുടെയും മക്കളാണ്. ലോകത്തുള്ള സർവ്വ മനുഷ്യരും സഹോദരന്മാരാണ്. അത് ഖുർആൻ പറഞ്ഞതാണ്. അതേ ബോധത്തിന്റെ കൂടെ തന്നെ പിന്നെ പറഞ്ഞു മുസ്ലിമീങ്ങൾ മൂമിനീങ്ങൾ ഒരു കുടുംബമാണ്. പിന്നെ പറഞ്ഞു നിന്റെ അഖാരിബ് കൂട്ടുകുടുംബക്കാർ ഒരു കുടുംബമാണ്. പിന്നെ പറഞ്ഞു നിന്റെ വീടിന്റെ അകത്ത് ഉൾപ്പെടുന്ന ഒരു കുടുംബം. ഇങ്ങനെ കുടുംബത്തെ ഘട്ടം ഘട്ടമായി അതിന്റെ ഉള്ളറയിലേക്ക് അവതരിപ്പിച്ചിട്ടുണ്ട് പരിശുദ്ധമായ പ്രമാണങ്ങൾ. അപ്പൊ മുസ്ലിമീങ്ങളോട് ഒരു പ്രത്യേക പരിഗണന ഉണ്ടാകുന്നു എന്നുള്ളതാണ് ആറാമത്തെ അടയാളം. മുസ്ലിമാണോ അവനോടൊരു സ്നേഹം ഉണ്ടാവും, അവനൊരു മുസ്ലിം അല്ലേ. ഏഴാമത്തെ അടയാളം സമയം പാഴാക്കൂല, ഒരു സമയവും പാഴാക്കൂല. സമയത്തെ കുറിച്ച് കൃത്യമായ ബോധമുണ്ടാവും. മുറാഅത്തുൽ അബ്ദി ലിഔഖാതിഹി, എന്റെ സമയം വളരെ കുറവാണ് എന്ന ഒരു തോന്നലിൽ അവൻ സമയം പാഴാക്കാതെ സമയത്തെ കൃത്യമായി പരിഗണിക്കുന്നവനാണ് എന്നതാണ് ഏഴാമത്തെ അടയാളം. നമുക്ക് വിശദീകരിക്കാം. ഒന്നാമത്തെ അടയാളം മഹാന്മാർ രേഖപ്പെടുത്തുന്നു, ഒരു മനുഷ്യൻ നാളെ പരലോകത്ത് വിജയിക്കുന്നു എങ്കിൽ ആ മനുഷ്യനിൽ കാണുന്ന ഒന്നാമത്തെ അടയാളം അവൻ ഇബാദത്തുകൾ ഭാരമില്ലാതെ അനുഷ്ഠിക്കുന്നവനാണ്. ഇബാദത്ത് കേൾക്കാൻ പറ്റുന്നില്ലേ? ഇബാദത്ത് ഭാരമില്ലാതെ അനുഷ്ഠിക്കുന്നവനാണ്. മഹാന്മാരായ സൂഫിയാക്കളുടെ ജീവിതമൊക്കെ പരിശോധിച്ചാൽ മഹാനായ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു ഒരു ദിവസം മഹാനവറുകൾ ഒരു പ്രാവശ്യം ഖത്മുൽ ഖുർആൻ തീർക്കുമായിരുന്നു. ഒരു ദിവസം ഒരു ഖത്ം. അത് റമദാൻ വരുമ്പോ മഹാനവറുകൾ 2 ഖത്മാവും. അങ്ങനെ വരുമ്പോൾ ഒരു ഖത്ം നിസ്കാരത്തിലൂടെ തീർക്കുമായിരുന്നു സയ്യിദുനാ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു. മഹാനായ ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ അൽ ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങള് നിരന്തരമായി ഖുർആൻ ഓതുന്നു. പ്രത്യേകിച്ച് മഹാനവറുകൾ ഖത്ം ഓതി തീർക്കുന്ന നേരം ഉറക്കം വന്നപ്പോ എഴുന്നേറ്റ് നിന്ന് ഒരു കാലിൽ നിന്ന് ഖത്ം പൂർത്തീകരിച്ചു എന്ന് ചരിത്രത്തിൽ കാണാം. ഒരു കാൽമേൽ നിന്നിട്ട് ഒരു ഖത്ം തീർത്തോവർ ഒരു ചൊൽ മുതലായി 3 ആണ്ട് കാത്തോവർ.
അത് മഹാനവറുകൾക്ക് ഉറക്കം ശക്തമായ സമയത്താണ് അങ്ങനെ ചെയ്തത് എന്ന് ചരിത്രത്തിൽ കാണാം. അതുപോലെ തന്നെ 40 വർഷം ഇശാഇനെടുത്ത അതേ ഉളു കൊണ്ട് തന്നെ മഹാനവറുകൾ സുബഹി നിസ്കരിച്ചിരുന്നു എന്നും ചരിത്രത്തിൽ കാണാം. മറ്റൊരു മഹാനെ കണ്ടോളൂ, മഹാനായ സക്കരിയ അൻസാരി റളിയല്ലാഹു അൻഹു. ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിന് തുല്യതയില്ലാത്ത മഹാപണ്ഡിതൻ. വാർദ്ധക്യത്തിൽ പോലും സുന്നത്ത് നിസ്കാരങ്ങൾ നിന്നുകൊണ്ട് തന്നെ നിർവഹിച്ചിരുന്നു. ഫർദിന്റെ കാര്യമല്ല പറഞ്ഞത്, ഫർദ് ഉറപ്പായിട്ടും നിന്ന് തന്നെ നിസ്കരിച്ചു. സുന്നത്ത് നിസ്കാരങ്ങൾ നിൽക്കൽ നിർബന്ധമില്ല. സുന്നത്ത് നിസ്കാരത്തിൽ നിന്ന് നിസ്കരിക്കൽ നിർബന്ധമില്ല. ഇരുന്നാണെങ്കിലും നിസ്കരിക്കാം, അതിന്റെ സുഹത്തിനെ ബാധിക്കുന്നതല്ല. പക്ഷേ മഹാനായ സക്കരിയ അൻസാരി റളിയല്ലാഹു അൻഹു കാന സക്കരിയ അൻസാരി യുസല്ലി നവാഫില മിൻ ഖിയാം മഅ കിബ്രി സിന്നിഹി. മഹാനായ സക്കരിയ അൻസാരി തങ്ങള് സുന്നത്ത് നിസ്കാരം നിന്നുകൊണ്ട് നിർവഹിക്കുമായിരുന്നു. പ്രായം എത്രയെന്നറിയുമോ? വബുലൂഗിഹി മിഅത സനാ അവ അക്സർ. 100-100-ലധികമോ വയസ്സ് പ്രായമുള്ളപ്പോഴാണ് സുന്നത്ത് നിസ്കാരങ്ങൾ മുഴുവനും മഹാനവറുകൾ നിന്നുകൊണ്ട് നിസ്കരിക്കുക. വയസ്സെത്രയാ? 100 അല്ലെങ്കിൽ 100-നേക്കാൾ കൂടുതൽ. വഹുവ യമീലു യമീനം വശിമാലാ. ചിലപ്പോൾ വലത് ഭാഗത്തേക്കോ ഇടത് ഭാഗത്തേക്കോ ഒന്ന് ചാഞ്ഞു നിൽക്കേണ്ടി വരുന്നു. അത്രത്തോളം അവസ്ഥയിലും മഹാനവറുകൾ ഇരിക്കാൻ നിന്നിട്ടില്ല, നിന്ന് തന്നെ നിസ്കരിച്ചു. ഇനി കേട്ടോളൂ, മഹാനവറുകൾ നിൽക്കാൻ വേണ്ടി, ഈ പ്രായത്തിൽ മഹാനവറുകൾ നിൽക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ പലരും വന്ന് ചോദിക്കാറുണ്ട്, അല്ല തങ്ങളെ ഇരുന്നുകൂടെ? ഒരുപാട് സുന്നത്ത് നിസ്കാരങ്ങളുള്ള മഹാനല്ലേ, നമ്മെ പോലെയല്ല. രാവ് മുഴുവൻ ഹയാത്താക്കുന്ന ഇബാദത്തുള്ള മഹാൻ, ഒരുപാട് റക്അത്തുകൾ സുന്നത്ത് നിസ്കരിക്കുന്ന മഹാൻ. ആരോ ചോദിച്ചു, ഇരുന്ന് നിസ്കരിച്ചാൽ പോരെ? മഹാനവറുകൾ പറഞ്ഞു, യാ വലദേ, ഓ മോനെ, അന്നഫ്സു മിൻ ശഅനിഹൽ കസ്ൽ. മനുഷ്യന്റെ ശരീരത്തിന്റെ ഒരു പ്രത്യേകത മടിയാണ്, അലസതയാണ്. ഞാനെങ്ങാനും എന്റെ ശരീരത്തെ ഇരുന്നങ്ങ് പഠിപ്പിച്ചു കഴിഞ്ഞാൽ, ഇരുന്ന് ശീലിപ്പിച്ചു കഴിഞ്ഞാൽ, ഒരിക്കലും പിന്നെ എനിക്ക് നിന്ന് നിസ്കരിക്കാൻ പറ്റാത്ത രീതിയിൽ ശരീരം മടി പിടിച്ചു പോകുമെന്ന് ഞാൻ ഭയക്കുന്നു മോനെ. മരണം വരെ ഞാൻ നിന്ന് തന്നെ നിസ്കരിക്കാൻ തീരുമാനിച്ചു മോനെ. ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിന് കിടയറ്റ വ്യക്തിത്വമാണ് സക്കരിയ അൻസാരി റളിയല്ലാഹു അൻഹു. മഹാനായ നജ്മുദ്ദീൻ അൽ ഖുസി തങ്ങൾ അദ്ദേഹത്തിന്റെ അൽ കവാകിബുസ് സായിറ എന്ന് പറയുന്ന കിതാബിൽ ഇത് രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഇബാദത്തുകളോട്, ഒന്നാമത്തെ അടയാളമാണിത്, ഇബാദത്തുകളോട് ഭാരം തോന്നാത്ത മനസ്സ്. ഇബാദത്തുകളോട് ഭാരം തോന്നാത്ത മനസ്സ്. ഇന്നസ്സലാ, തീർച്ചയായും നിസ്കാരം, ഇന്നഹാ ലകബീറത്തുൻ ഇല്ലാ അലൽ ഖാശിഈൻ. ഖുർആൻ പറഞ്ഞല്ലോ, മനസ്സിന്റെ അകത്തേക്ക് അല്ലാ എന്ന ചിന്ത പരിപൂർണമായി കടന്നു വരാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം നിസ്കരിക്ക എന്നത് ഭാരമുള്ള പണിയാ. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അപ്പോൾ അമലുകളോടുള്ള, ഒരിക്കൽ ഒരാൾ നമ്മുടെ പള്ളിയിൽ നിസ്കരിക്കാവുന്ന ഒരു 90 വയസ്സെങ്കിലും ഉണ്ടാവും. ഇവിടെ ഉള്ള ആളല്ല, അദ്ദേഹത്തിന്റെ മോൻ ഇങ്ങനെ പുറകിൽ നിൽക്കുക, ലോഹർ നിസ്കരിക്കാനാ വന്നത്. ജമാഅത്ത് കഴിഞ്ഞ നേരം ജനലിന്റെ അവിടെ ഇങ്ങനെ പിടിച്ചു നിൽക്കുക ഈ കാരണവര്. മകൻ തൊട്ട് പുറകിലുണ്ട്, വാപ്പങ്ങാനും വീണാലോ. എന്നിട്ട് നിന്നിങ്ങനെ ഒരു കയ്യ കെട്ടിയിട്ടുള്ള, ഒരു കൈ ഇങ്ങനെ ജനലൊക്കെ പിടിച്ചൊക്കെ അങ്ങനെ ആടാണ്, നല്ല പ്രായം. എന്നിട്ട് വാപ്പ സുജൂദിന്ന് എഴുന്നേറ്റ് വരാൻ കുറച്ച് സമയം എടുക്കണം. മകൻ പുറയിൽ കാത്തേക്ക് അങ്ങനെ എണീക്കാൻ പറ്റില്ല, മോനെ ഏൽപ്പിച്ചിട്ടുണ്ടാവും പിടിച്ചെഴുന്നേൽപ്പിക്കാൻ. അങ്ങനെ നിസ്കരിക്കുന്നു. ഏതായാലും ശാരീരിക അസ്വസ്ഥതകളും പ്രയാസങ്ങളും ഒക്കെ അള്ളാഹു മാറ്റിത്തരട്ടെ. മഹാന്മാർ ചിന്തിച്ചത് അങ്ങനെയാണ്. ഒരാൾ വിജയിക്കുമെങ്കിൽ അയാളിൽ കാണുന്ന രണ്ടാമത്തെ അടയാളം, ഹബീബിന്റെ സുന്നത്തുകളെ ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് നടക്കും. പുന്നാര നബി തങ്ങളുടെ സുന്നത്തുകളെ ജീവിതത്തോട് ചേർക്കുന്ന സ്വഭാവമുണ്ടാവും. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത്
സുന്നത്തുകളെ പാലിക്കുന്ന ആള് എന്റെ കൂടെ സ്വർഗത്തിലെന്ന അനസ് റളിയല്ലാഹു അൻഹുവിനെ ചേർത്ത് പിടിച്ചിട്ടല്ലേ പറഞ്ഞത്, വമൻ അഹ്യാ സുന്നതി ഫഖദ് അഹബ്ബനി. എന്റെ സുന്നത്ത് ചെയ്യണം എന്നല്ല പറഞ്ഞത്, എന്റെ സുന്നത്തുകളെ നിലനിർത്തുന്നവനാരോ അവൻ എന്റെ കൂടെ സ്വർഗത്തിലാ, അവനാണ് എന്നെ ഇഷ്ടപ്പെട്ടവനെന്ന് നബി മുഹമ്മദ് മുസ്തഫ. സുന്നത്ത് ചെയ്യണം എന്നല്ല പറഞ്ഞത്, വമൻ അഹ്യാ സുന്നത്തി, എന്റെ സുന്നത്തിനെ ജീവിതത്തിൽ മുറുകെ പിടിക്കുന്നവൻ, അത് നിലനിർത്തിപ്പോരുന്നവൻ, അതിനുവേണ്ടി സമയം കണ്ടെത്തുന്നവൻ. ഇമാം തുർമുദിയുടെ ജാമിഇലുണ്ട് ഹദീസ്, അല്ലാഹുവിലേക്ക് പല കർമ്മങ്ങളും ചെയ്തുകൊണ്ട് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയല്ലേ, എന്നാൽ അല്ലാഹു വേഗത്തിൽ നമ്മോട് അടുക്കുന്ന അമൽ സുന്നത്താണ്. ഫർള് അല്ലാഹുവിലേക്കുള്ളതാ, സുന്നത്ത് ഹബീബിലേക്ക് ചേർക്കപ്പെട്ടതാ, റബ്ബ് കൂലി തരുന്ന അമൽ തന്നെയാ. എന്നാൽ സുന്നത്ത് കൊണ്ടാണ് റബ്ബ് വേഗം നമ്മളിലേക്ക് ഓടി അടുക്കുക എന്ന് നബി മുഹമ്മദ് മുസ്തഫ. സുന്നത്തുകൾ ചെയ്യുമ്പോൾ വേഗം അല്ലാഹുവായിട്ട് അടുപ്പം വരും. ഫർള് ചെയ്തിട്ട് ഫർള് പൂർണ്ണമായ സുന്നത്ത് ഒഴിവാക്കല്ല വേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞു, സുന്നത്ത് ഒഴിവാക്കാനുള്ളതുമല്ല, കറാഹത്ത് ചെയ്യാനുള്ളതുമല്ല. ഒരു മനുഷ്യൻ അല്ലാഹുവിലേക്ക് വേഗമെടുക്കുന്നത്, അല്ലാഹു അവനിലേക്ക് വേഗമെടുക്കുന്നത് സുന്നത്തായ കർമ്മങ്ങളിലൂടെ. കേട്ടോളൂ, ഇമാം ബുഖാരി അവിടുത്തെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ യസാലു അബ്ദി യതഖറബു ഇലയ്യ ബിന്നവാഫിൽ. എന്റെ അടിമ എന്നിലേക്ക് അടുക്കുന്നത്, വേഗമെടുക്കുന്നത് സുന്നത്തുകൾ ചെയ്യുമ്പോഴാ. ഖുദ്സിയായ ഹദീസാണത്. എന്റെ അടിമ എന്നിലേക്ക് വേഗം അടുക്കുന്നത് സുന്നത്തായ അമലുകൾ ചെയ്യുമ്പോ. എന്നിലേക്ക് എന്റെ അടിമ വേഗമെടുത്തപ്പോ ഹത്താ ഉഹിബ്ബഹു, ഞാൻ അവനെ വല്ലാതെ ഇഷ്ടപ്പെട്ടു. സുന്നത്തുകൾ ചെയ്താൽ എന്നിലേക്ക് വേഗമെടുക്കുന്ന അടിമയെ ഞാൻ വല്ലാതെ ഇഷ്ടപ്പെട്ടു പോകുമെന്ന് അല്ല പറഞ്ഞതായി നബി മുഹമ്മദ് മുസ്തഫ. സുന്നത്തുകൾ ചെയ്യുന്ന ആള് അള്ളാഹുവിലേക്ക് വേഗം എടുക്കും. പടച്ചോൻ വല്ലാതെ ഇഷ്ടപ്പെടുവാന്. അങ്ങനെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ കുന്തു സമഅഹുല്ലദീ യസ്മഉ ബിഹി, അവൻ കേൾക്കുന്ന കേൾവി സാധാരണ കേൾവിയല്ല. മനുഷ്യന് കഴിയാത്തത് കേൾക്കാൻ അവന് കഴിയും. മനുഷ്യന് കഴിയാത്തത് കേൾക്കാൻ, സാധാരണ കേൾക്കുന്നല്ലോ കേൾക്കാം. ആ കേൾവി മാറി അല്ലാഹുവിന്റെ പ്രത്യേകമായ ഇഷ്ടമുള്ള കേൾവിയാ. അതുകൊണ്ട് കിലോമീറ്ററുകൾക്കപ്പുറത്ത് നിന്നും നഹാവന്തിൽ പടപൊരുതിക്കൊണ്ടിരിക്കുന്ന സാരിയാ റളിയല്ലാഹു അൻഹുവിനോട് പരിശുദ്ധ മദീനയിൽ നിന്നുകൊണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞല്ലോ, യാ സാരിയാ അൽ ജബൽ അൽ ജബൽ, ഓ സാരിയാ, പർവ്വതത്തിന്റെ പിന്നാലെ വരുന്ന സൈന്യത്തെ നീ കാണണേ സാരിയാ. മദീനത്തെ പള്ളിയിലാണ് ഉമർ ഇബ്നുൽ ഖത്താബ് ഉള്ളത് റളിയല്ലാഹു അൻഹു. ഇമാം ഹാക്കിമിന്റെ മുസ്തദറക്കിൽ ഈ ഹദീസ് കാണാം. മദീനത്തെ പള്ളിയിൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിക സൈന്യത്തിന്റെ തലവനായ സാരിയാ റളിയല്ലാഹു അൻഹു നഹാവന്തിൽ പടപൊരുതിക്കൊണ്ടിരിക്കുമ്പോ പർവ്വതത്തിന്റെ പിന്നാലെ നുഴഞ്ഞു കയറി വരുന്ന ശത്രുവിന്റെ ഒളിപ്പോരിനെ മദീനയിൽ നിന്ന് കണ്ട ഉമർ എത്രയോ നൂറുകണക്കിന് കിലോമീറ്റർ അപ്പുറത്തേക്ക് വിളിച്ചു പറയാണ്, യാ സാരിയാ അൽ ജബൽ അൽ ജബൽ, പർവ്വതം നോക്കണേ. ചരിത്രത്തിൽ കാണാം, സാരിയ പർവ്വതം ശ്രദ്ധിച്ചു. പിന്നീട് അതേക്കുറിച്ച് ചർച്ചകൾ ഉണ്ടായിട്ടുണ്ട്. ഉമർ ഇബ്നുൽ ഖത്താബിന്റെ നിർദ്ദേശം കൃത്യമായി കിട്ടിയത് കൊണ്ട് തന്നെയാണ് യുദ്ധത്തിന്റെ വിജയമെന്ന് പ്രസ്താവിക്കപ്പെട്ടിട്ടുമുണ്ട്. ഇവിടെ അള്ളാഹുവിനോട് സുന്നത്തുകൾ കൊണ്ട് അടുത്ത രണ്ട് മഹാന്മാർ, ഒരാള് അള്ളാഹു ഇടപെടുന്ന നാവിന്റെ ഉടമയായപ്പോ ആ ശബ്ദമതാ അവിടെ എത്തുകയും എത്തിയ ശബ്ദത്തെ കേൾക്കാൻ അള്ളാഹു ഇടപെട്ട ചെവിയുടെ ഉടമയായി മറ്റയാൾ. ഇങ്ങനെയാണ് അള്ളാന്റെ ഔലിയാക്കൾ. അത് അള്ളാഹുവിലേക്ക് അവർ സുന്നത്ത് കൊണ്ടെടുത്തവരാ.
വിജയി ആണോ അവന്റെ ജീവിതത്തിൽ സുന്നത്തുകൾ പാലിച്ചു പോരും. അതൊരു അടയാളത്. കാരണം വലിയ വലിയ വിജയികൾ ഇതുപോലെ സുന്നത്തുകൾ കൊണ്ട് ജീവിതത്തെ അവര് വിപ്ലവമാക്കിയവരാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ഒരു സുന്നത്തും കളഞ്ഞിട്ടില്ലല്ലോ. സ്വഹാബികൾ അങ്ങനെ ആയിരുന്നല്ലോ. ഇനി കേട്ടോളൂ, വബസ്റഹുല്ലദീ യുബ്സിറു ബിഹി, എന്റെ അടിമ കാണുന്ന കണ്ണ് ഞാനായി തീരും സുന്നത്ത് ചെയ്തുകൊണ്ടങ്ങ് എടുത്താൽ മതി. അതാണ് പർവ്വതത്തിന്റെ പിന്നാലെ വരുന്ന സൈന്യത്തെ ഇവിടെ നിന്ന് കാണാൻ കഴിഞ്ഞത്. പിന്നെയോ വയദകുല്ലതീ യബ്തിസു ബിഹാ, എന്റെ അടിമ പിടിക്കുന്ന കൈ ഞാനായി തീരും. കൈക്ക് ഇങ്ങനെ അസാധാരണമായ കഴിവുകൾ വരും. രണ്ട് സ്വഹാബികള്, ബുഖാരിയിലുണ്ട് ഹദീസ്, രണ്ട് സ്വഹാബികള് രാത്രി ഹബീബിന്റെ അടുക്കൽ നിന്നും പിരിഞ്ഞു പോകുമ്പോ രണ്ടുപേരുടെ മുന്നിലും വെളിച്ചമേകാൻ അവരുടെ രണ്ടുപേരുടെയും കയ്യിന്റെ വെളിച്ചമങ്ങ് വിതറി നിൽക്കുന്നു, ചിതറി നിൽക്കുന്നു. ഒരു സ്ഥലത്തെത്തിയപ്പോൾ രണ്ടുപേരും രണ്ടിടത്തേക്ക് പിരിയേണ്ടവരായപ്പോ വെളിച്ചം രണ്ടായി പിരിഞ്ഞ് രണ്ടുപേരുടെയും കൂടെ പോയി. ബുഖാരിലുണ്ട് ഹദീസ്. മഹാനായ ഇമാം നവവി മിൻഹാജ് രചിക്കുമ്പോ വിളക്കണഞ്ഞു പോയി. മഹല്ലിയുടെ മുഖദ്ദിമയിൽ കാണാം. മഹാനായ ഇമാം നവവി മിൻഹാജ് രചിക്കുമ്പോ ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിന്റെ പ്രധാന ഗ്രന്ഥമായ മിൻഹാജ് എന്ന കിതാബ് മഹാനായ ഇമാം നവവി രചിക്കുമ്പോ മുന്നിൽ വിളക്കണഞ്ഞ നേരത്ത് കൈവിരലങ്ങ് തെളിയാൻ തുടങ്ങി. വിരല് വെളിച്ചമായി. വയദഹുല്ലതീ യബ്തിസു ബിഹാ, പിടിക്കുന്ന കൈ ഞാനായിത്തീരും. വരിജലഹുല്ലതീ യംശീ ബിഹാ, നടക്കുന്ന കാല് ഞാനായിത്തീരും. അപ്പൊ ഒരുപാട് കിലോമീറ്റർ ഒക്കെ നടന്ന് മഹാന്മാരായ അള്ളാന്റെ ഇഷ്ടദാസന്മാര് ദഅവത്തിന് പോയത് ആ കാലും വെച്ചിട്ടാ. അത് ക്ഷീണം അറിയില്ല ആ കാല്. ഒരു മനുഷ്യൻ നടക്കാൻ തന്നെ തീരുമാനിച്ചു. നടന്ന് 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 ആ നടത്തം തന്നെ യാത്രയായി സയ്യിദുന ഖലീലുല്ലാഹി നബി ഇബ്രാഹിം അലൈഹിസ്സലാം. നടത്തമായിരുന്നു, നടക്കലായിരുന്നു. അല്ലാഹുവിന്റെ ഹബീബ് പറയാണ്, ഖുദ്സിയായ ഹദീസ്, സുന്നത്ത് കൊണ്ട് അടുത്തു കഴിഞ്ഞാൽ വഇൻ സഅലനീ ലഉഅതിയന്നഹു, എന്നോട് എന്ത് ചോദിച്ചാലും ഞാൻ കൊടുക്കും. വലഇൻ ഇസ്തഅദനീ ലഉഈദന്നഹു, ഏത് അപകടത്തിൽ എന്നോട് കാവൽ തേടിയാലും സുന്നത്തുകൾ പെരുപ്പിച്ച മനുഷ്യനാണോ ഞാൻ അവൻ കാവല് ചോദിച്ച കാര്യത്തിൽ കാവല് കൊടുക്ക തന്നെ ചെയ്യുമെന്ന് അല്ലാഹ് പറഞ്ഞതായി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. കേട്ടോളൂ, സുന്നത്തുകൾ ചെറുതല്ല. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഒരുപാട് കാര്യങ്ങൾ സുന്നത്തുള്ള കാര്യങ്ങളാ. ഏതൊരു കാര്യം ചെയ്യുമ്പോഴും ഇതിൽ സുന്നത്ത് എന്തൊക്കെയാണെന്ന് അന്വേഷിക്കണം, പഠിക്കണം. കുളി, ഒളു, നടത്തം, ചെരുപ്പിടല്, വസ്ത്രം എടുക്കല്, എല്ലാത്തിലും സുന്നത്ത്. ഭക്ഷണം കഴിക്കല്, ഭക്ഷണം കഴിച്ച കൈ കഴുകല്, കല്യാണം വിളിക്കല്, കല്യാണത്തിന് പോവല്, യാത്ര ചെയ്യല്, ഏതിലപ്പോ സുന്നത്ത്. ഉറങ്ങല്, എഴുന്നേൽക്കല്, ഏതെല്ലാം കാര്യം എല്ലാത്തിലും സുന്നത്തുണ്ട്. ഒരു മനുഷ്യൻ അത് ജീവിച്ചു കാണിച്ചു. ആ മനുഷ്യന്റെ പേരാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കിടപ്പറയുടെ അകത്തുള്ളത് പോലും പാലിക്കപ്പെടേണ്ട സുന്നത്താണെങ്കിൽ അത് പഠിപ്പിക്കാൻ ഒരു മിടുക്കിയായ വിദ്യാർത്ഥിനി ആയിഷ റളിയല്ലാഹു അൻഹയിലൂടെ ലോകം അത് പഠിക്കുകയും ചെയ്തു. എന്തിനാ? അള്ളാഹുവിലേക്ക് മനുഷ്യരെടുക്കാൻ വേണ്ടിയിട്ടാണ്. സുന്നത്ത് ഒഴിവല്ല. 6 വിഭാഗത്തെ അള്ളാഹു ശപിച്ചിട്ടുണ്ട്. 6 വിഭാഗത്തെ അള്ളാന്റെ ഹബീബ് ശപിച്ചിട്ടുണ്ട്. 6 വിഭാഗത്തെ എല്ലാ നബിമാരും ശപിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു 6 വിഭാഗമുണ്ട്. ആകെ 6 ഉള്ളൂ. 6 വിഭാഗത്തെ അള്ളാഹ് ശപിച്ചു, ഹബീബ് ശപിച്ചു, എല്ലാ നബിമാരും ശപിച്ചു. അങ്ങനെ ഒരു 6 വിഭാഗമുണ്ട്. അള്ളാഹു നമ്മെ ഒഴിവാക്കട്ടെ. അങ്ങനെ ഒരു 6 വിഭാഗം ആളുകളുണ്ട്. ഇമാം തുർമുദിയുടെ ജാമിഇൽ കാണാം ഹദീസ്. അന്ന ആയിഷ റളിയല്ലാഹു അൻഹാ ഖാലത് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സിത്തത്തുൻ ലഅൻതുഹും വലഅനഹുമുല്ലാഹ് വകുല്ലു നബിയ്യിൻ, എല്ലാ നബിമാരും ശപിച്ച
ഞാനും ശപിച്ച അല്ലാഹ് ശപിച്ച 6 വിഭാഗമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്നാമത്തെ വിഭാഗം അസ്സായിദു ഫീ കിതാബില്ലാഹ്, ഇല്ലാത്തത് ഖുർആനിലുണ്ടെന്ന് പറയുന്നവൻ. ഇല്ല ഖുർആനിലുണ്ടല്ലോ അങ്ങനെ പറയണ്ട. ഇല്ലാത്തത് ഖുർആനിലുണ്ടെന്ന് പറഞ്ഞ് സമർത്ഥിക്കാൻ വരുന്നവൻ, അവനെ അല്ലാഹ് ശപിച്ചു, ഹബീബ് ശപിച്ചു, എല്ലാ നബിമാരും ശപിച്ചു. ഒന്നാമത്തെ അതിലെന്തായാലും നമ്മൾ പെട്ടിട്ടില്ല, പെടാതിരിക്കട്ടെ. രണ്ടാമത്തെ വിഭാഗം വൽ മുകദ്ദിബു ബിഖദരില്ലാഹ്, പടച്ച റബ്ബിന്റെ ഇടപെടൽ കൊണ്ട് അവന്റെ ഖദർ ഖലാ കൊണ്ടാണ് അത് സംഭവിച്ചതെന്ന് പറയുമ്പോ അതൊന്നുമില്ല. യുക്തിവാദം ഖദർ നിഷേധിക്കല. യുക്തിവാദിയെ അള്ളാന്റെ ഹബീബ് ശപിച്ചതാ, അല്ലാഹ് ശപിച്ചതാ, എല്ലാ നബിമാരും ശപിച്ചതാ. അല്ലാഹു അതിൽ പെടുത്താതിരിക്കട്ടെ. ഖദർ നിഷേധിക്കുന്നവർ യുക്തിവാദികൾ. മൂന്നാമത് വ്യാപകമാണ്. കർമ്മശാസ്ത്രത്തിന്റെ മസലകൾ എന്തിനപ്പോ ഈ നായൊക്കെ തൊട്ട് കഴിഞ്ഞാൽ നനവോട് കൊടുത്തിട്ട് 7 പ്രാവശ്യം കഴിയേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ കൂടെ ജീവിക്കുന്ന ഒരു ജീവിയല്ലേ പഴഞ്ചൻ. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഇസ്ലാമിക തത്വങ്ങളെ തിരസ്കരിക്കുന്ന മോന്റെ പേരും മുസ്ലിം പേര് തന്നെയാ. എല്ലാ ഇടങ്ങളിലും ഈ നിരീശ്വരവാദം ഇരച്ച് കയറിയിരിക്കുക. ആരും അറിഞ്ഞിട്ടില്ല. അത് അറിഞ്ഞിട്ടില്ല. നമ്മുടെ പുതിയ തലമുറയെ കാർന്ന് തിന്നിരിക്കുന്ന ഏറ്റവും വലിയ ക്യാൻസർ അതാണ്. ലഹരി പോലെ അപ്പക്കട്ടം പിടിച്ചൊരു മേഖല വിശ്വാസ ദൗർബല്യം. രണ്ടാമത്തെ വിഭാഗം യുക്തിവാദം, ഖദർ നിഷേധിക്കുന്നവർ. മൂന്നാമത്തെ വിഭാഗം വൽ മുതസല്ലിതു ബിൽ ജബറൂതി ലിയുഇസ്സ ബിദാലിക മൻ അദല്ലല്ലാഹ് വയുദില്ല മൻ അഅസ്സല്ലാഹ്. മൂന്നാമത്തെ വിഭാഗം സ്വേച്ഛാധിപത്യം കൊണ്ട് ആധിപത്യം പുലർത്തുന്നവൻ. അല്ലാഹു ആദരിച്ചവരെ അനാദരിക്കാൻ വേണ്ടി നമുക്ക് കാണാലോ, ചില മിടുക്കന്മാര് സംഘപരിവാറിൽ പോയി ചേരാറുണ്ട്. ചെല്ലുമ്പോ തന്നെ അവന് വലിയ സ്ഥാനം കൊടുക്കും. സംഘപരിവാറിലും RSSലും ഒക്കെ പോയി കൂടെ അതിനെ അനുകൂലിച്ചു പറയും. അതിനോട് ചേർന്ന് നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടിയിൽ കൂടിയിട്ട് ബുദ്ധിയില്ലാത്തവൻ, അധികാരമോഹി, അവൻ അവരെ സുഖിപ്പിക്കും. പേര് മുസ്ലിമിന്റെ പേരാ. മുസ്ലിമിന്റെ പേര് ഹജ്ജ് കമ്മിറ്റിയിലും അവിടെ ഇവിടെയൊക്കെ സ്ഥാനം കൊടുക്കും. അങ്ങനെയുള്ളവരെ അല്ലാഹ് ശപിച്ചിട്ടുണ്ട്. നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് പുറത്തു നിന്ന് നമ്മെ തെറി പറയുന്നവരുടെ കൂടെ കൂടി, നമുക്കെതിരെ വർഗീയത ചാർത്തുന്നവർക്കെതിരെ കൂടെ കൂടി, നമ്മുടെ സർവ സ്വാതന്ത്ര്യങ്ങളെയും തച്ചു തകർക്കാൻ വരുന്ന, മതവിരോധം വെച്ച് പുലർത്തുന്ന, മതേതരത്വത്തിനും ജനാധിപത്യത്തിനും എതിരായി പ്രവർത്തിക്കുന്നവരുടെ കൂടെ കൂടി, രാജ്യത്തിന്റെ സമാധാനം തകർക്കുന്ന അത്തരം തീവ്ര ചിന്താഗതിക്കാരുടെ കൂടെ കൂടി, മുഅ്മിനീങ്ങളെ കുറ്റം പറയുന്നവരും എതിർക്കുന്നവരുമായ ആളുകൾ മുസ്ലിം പേരിലാണേൽ പോലും അള്ളാഹു അവരെ ശപിച്ചു എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വേച്ഛാധിപത്യം കൊണ്ട് ആധിപത്യം പുലർത്താൻ വരുന്നവൻ, അതുവഴി അള്ളാഹ് ബഹുമാനിച്ചവരെ നിന്ദിക്കാനും അള്ളാഹു നിന്ദിച്ചവരെ ബഹുമാനിക്കാനും വേണ്ടി അവർ തയ്യാറാവുന്നു. അവരാണ് മൂന്നാമത്തെ വിഭാഗം. നാലാമത്തെ വിഭാഗം അള്ളാഹു ഹറാമാക്കിയത് ഹലാലാണെന്ന് അവതരിപ്പിക്കുന്നവൻ. അള്ളാഹു ഹറാമാക്കിയത് ഹലാലാണെന്ന് അവതരിപ്പിക്കുന്നവൻ. അഞ്ചാമത്തെ വിഭാഗം അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബത്തെ മാനിക്കാത്തവൻ. ആറാമത്തെ വിഭാഗം വത്താരിഖു ലിസുന്നത്തി, ചെയ്യാൻ അവസരമുണ്ടായിട്ട് മനഃപൂർവ്വം അവഗണിച്ച് എന്റെ സുന്നത്തുകൾ ഒഴിവാക്കുന്നവൻ. ഒരു ഉദാഹരണം പറയാം. ഒരു പള്ളിയിൽ ഒളു എടുക്കാനുള്ള സൗകര്യം, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ഒളു എടുക്കാനുള്ള സൗകര്യം, ഖിബ്ലക്ക് തിരിഞ്ഞു നിന്ന് ഒളു എടുക്കാൻ ഒരു സൗകര്യമുണ്ട്. ഖിബ്ലക്ക് തിരിഞ്ഞ് ഒളു എടുക്കൽ സുന്നത്താണ്. അപ്പുറത്ത് ഖിബ്ല ഒഴിവാക്കി ഒളു എടുക്കാൻ സൗകര്യമുണ്ട്. നമ്മൾ ഏതാ എടുക്കണ്ടേ? ഇപ്പൊ സുന്നത്തല്ലേ.
ഖിബ്ലക്ക് വേണ്ടി ഖിബ്ലക്ക് തിരിഞ്ഞു നിൽക്കാൻ പറ്റുന്ന സൗകര്യത്തെ തെരഞ്ഞെടുക്കാതെ അവഗണിക്കുന്നവനെ അല്ലാഹു ശപിച്ചു. ഞാൻ പറഞ്ഞത് ഈ രണ്ട് സൗകര്യങ്ങൾ ഉണ്ടാവുമ്പോ നിസ്സാരമായിട്ട് ആ സുന്നത്ത് ഒഴിവാക്കുന്ന ആൾക്ക് അള്ളാന്റെ ശാപം ഉണ്ടാവുന്നതാണ്. ചിലപ്പോ അവിടെ ഭയങ്കര തിരക്കായിരിക്കും, ഇപ്പൊ ഇതിലെവിടെ ഒതുക്കാം, അവിടെ ഭയങ്കര തിരക്കായിരിക്കും. അങ്ങനെ വരുമ്പോ ആ സുന്നത്തെടുക്കാൻ പറ്റൂല. ആയിക്കോട്ടെ, തിരക്കുള്ളടത്ത് പോയി ഇടിച്ചു കയറി സുന്നത്തെടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഉദാഹരണം ഹജറുൽ അസ്വദ്, അത് ഒരാൾക്കല്ല ഒരു സമയം ആ സുന്നത്ത് ചെയ്യാൻ പറ്റും. ലോകത്തെല്ലാ മനുഷ്യന്മാരും കൂടിയിട്ട് ഏത് സുന്നത്തും ഏത് സമയത്തും എവിടെയും ആർക്കും ചെയ്യാൻ പറ്റുമെങ്കിൽ ഹജറുൽ അസ്വദ് മുത്ത എന്നുള്ള ലോകത്ത് ഒരാൾക്ക് മാത്രം ഒരു സമയത്ത് ആ സുന്നത്ത് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലേ? ഒരാൾക്കേ ചെയ്യാൻ പറ്റും അത് മുത്ത എന്നുള്ളത്. അതിനുവേണ്ടി തിരക്ക് കൂട്ടണ്ടെന്നാ പറഞ്ഞത്, അവിടെ പോയി ബഹളം ഉണ്ടാക്കണ്ട എന്നാ പറഞ്ഞത്. അത് കൈ ഇങ്ങനെ പൊക്കി കാണിച്ചാലും ഹജ്ർ അത് കണ്ടുപിടിക്കും, അത് ആരാണ് ഏത് കൈയാണെന്ന് അറിയാൻ പറ്റും. അപ്പൊ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ സുന്നത്തുകളെ അവഗണിച്ച് കളയാ. ഉപേക്ഷിക്ക എന്ന് പറയുന്നതിന് അർത്ഥമുണ്ട്, സാഹചര്യം ഒത്തു വന്നിട്ടും അത് ഉപയോഗപ്പെടുത്താതെ അവഗണിച്ചാൽ അള്ളാന്റെ ശാപം ഉണ്ടാവും, ഹബീബിന്റെ ശാപം ഉണ്ടാവും, സർവ്വ അമ്പിയാക്കളുടെയും ശാപം ഉണ്ടാവും. ഈ 6 വിഭാഗത്തിൽ അള്ളാഹു നമ്മെ പെടുത്താതിരിക്കട്ടെ. അള്ളാഹു ഞങ്ങളെ രക്ഷപ്പെടുത്തണേ തമ്പുരാനെ. നിന്റെ ഹബീബിന്റെ സുന്നത്തുകൾ കൊണ്ട് നിന്നിലേക്ക് ചേരാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്.